ഹലോ PSC ആസ്പിരൻസ്, കലയും സാഹിത്യവും നോക്കാം. മെയിലക്കം PSC ബുള്ളറ്റിനിൽ നിന്നുള്ളതാണ്. പഠിക്കാം. ആദ്യം ഒരു ജർമ്മൻ നവോത്ഥാന യുഗം, ഇതിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ജർമ്മനിയിലെ സാംസ്കാരിക വിപ്ലവത്തിൻ്റെയും ജനാധിപത്യ സംവിധാനത്തിൻ്റെയും അടിസ്ഥാനം ഉറപ്പിക്കുന്നതിൻ്റെ പാഠങ്ങൾ നിർവചിച്ച ഈ നഗരത്തിൻ്റെ പേരിലാണ് ഈ നവോത്ഥാന യുഗം അറിയപ്പെടുന്നത്. 1918 തുടങ്ങി 1933 ഹിറ്റ്ലർ അധികാരം പിടിച്ചെടുക്കുന്നതുവരെ ഈ തരംഗം നീണ്ടുനിന്നു. ഈ കാലത്ത് ജർമ്മനിയിൽ സൃഷ്ടിക്കപ്പെട്ട സിനിമകൾ സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ അനുരണനങ്ങൾ പ്രതിഫലിപ്പിക്കുന്നവയായിരുന്നു. ഏതാണ് ഈ ജർമ്മൻ നവോത്ഥാന യുഗം? വൈമർ യുഗം. ഓക്കെ. രവീന്ദ്രനാഥ് ടാഗോർ തന്റെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചെറു നോവൽ എഴുതിയിട്ടുണ്ട്. നഷ്ട നീഡ്, തകർന്ന കൂട എന്നാണ് ഈ നോവലിന്റെ പേര്. 1964 പ്രശസ്ത ബംഗാളി സംവിധായകൻ സത്യജിത് റേ ഈ നോവലിന്റെ അവലംബമാക്കി ഒരു സിനിമ എടുത്തിട്ടുണ്ട്. ഏതാണ് ആ സിനിമ? സിനിമയുടെ പേര് ചാരുലത. 2018 ഓസ്കാർ നേടിയ ചിത്രമാണ് ദ ഫേവറിറ്റ്. ഈ സംവിധായകന്റെ 2023 പുറത്തിറങ്ങിയ പുവർ തിങ്സ് എന്ന ചിത്രത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരങ്ങൾ ഉൾപ്പെടെ 3 ഓസ്കാർ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആരാണ് ഈ ഗ്രീക്ക് സംവിധായകൻ? യോർഗോസ് ലാന്തിമോസ്. കാലിപ്സോ ഗായകനായ ലോർഡ് റിലേറ്റർ ഏത് ഇന്ത്യൻ ക്രിക്കറ്ററെ പറ്റിയാണ് പാടിയത്? സുനിൽ ഗവാസ്കർ. ഒരു കാളയെ പ്രധാന കഥാപാത്രമാക്കി ശബ്ദിക്കുന്ന കലപ്പ എന്ന ചെറുകഥ എഴുതിയത് ആരാണ്? പൊൻകുന്നം വർക്കി. രാജസ്ഥാനിലെ വസ്ത്രനഗരമാണ് ബിൽവാഡ ജില്ല. ഇവിടുത്തെ പുരാതന നഗരമായ സഹപുരയിൽ ചീപ്പ എന്ന പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ജോഷി ഗോത്രത്തിൽ പ്രചാരത്തിലുള്ള ചിത്രകലയുടെ പേരെന്താണ്? പർചിത്ര അഥവാ ഫട്ചിത്ര. ഇളങ്കോ അടികൾ രചിച്ച ചിലപ്പതികാരത്തിലെ നായിക കണ്ണകിയാണ്. അങ്ങനെയെങ്കിൽ നായകൻ ആരാണ്? കോവലനാണ് നായകൻ. തുടർന്ന് നോക്കാം. ഈ വ്യക്തിയെ തിരിച്ചറിയുക. ചിലിയിലെ ആധുനിക നാടക പ്രസ്ഥാനത്തിന്റെ നെടുംതൂണിൽ ഒരാളാണ്. ഫിസിക്കൽ തിയേറ്റർ എന്ന അഭിനയ പദ്ധതിയുടെ സമകാലിക വക്താവ്. ചുവന്ന തീ എന്ന അർത്ഥം വരുന്ന ഫ്യൂഗോ റോജോ ആണ് പ്രധാന നാടകം. ആരാണ് ഇദ്ദേഹം? മാർട്ടിൻ ഇറാസോ. ലതാ മങ്കേഷ്കറുടെ പേരിലുള്ള ദേശീയ സംഗീത പുരസ്കാരം നൽകുന്നത് ഏത് സംസ്ഥാന സർക്കാരാണ്? മധ്യപ്രദേശാണ്. ലതാ മങ്കേഷ്കറുടെ പേരിലുള്ള ദേശീയ സംഗീത പുരസ്കാരം നൽകുന്നത് മധ്യപ്രദേശ് സർക്കാരാണ്. ലിപ്പൻ കാം എന്ന ഈ മ്യൂറൽ കലാശാല നൂറ്റാണ്ടുകളുടെ പ്രയോഗ ചരിത്രമുള്ളതാണ്. ലിപ്പൻ എന്ന പദത്തിന് പ്രയോഗമെന്നും ചാണകമെന്നും അർത്ഥമുണ്ട്. ചിറ്റാർ കാം എന്ന പേരിലും അറിയപ്പെടുന്ന ഈ ഭിത്തി ചിത്രങ്ങളുടെ പ്രയോക്താക്കൾ ഗ്രാമങ്ങളിലെ സ്ത്രീകളാണ്. എവിടെയാണ് ഈ കലാരൂപം പ്രചാരത്തിലുള്ളത്? ഗുജറാത്തിലെ കച്ചിൽ. അടുത്ത ചോദ്യം. MP ഭട്ടതിരിപ്പാടിന്റെ തൂലികാ നാമം എന്താണ്? പ്രേംജി. കൃതി അന്താരാഷ്ട്ര പുസ്തകമേള സംഘടിപ്പിക്കുന്നത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ്. ജെയിംസ് ജോയ്സിയുടെ യൂലിസിസ് എന്ന ഒരു നഗരത്തിലെ ഒറ്റ ദിവസത്തെ കഥയാണ്. ഏതു നഗരം, ഏതു ദിവസം? ഡബ്ലിൻ. 1916 ജൂൺ 16. RK നാരായണന്റെ നോവൽ മാൽഗുഡി ഡേയ്സ് ടെലിവിഷനിൽ പരമ്പരയായപ്പോൾ അതിലെ മുഖ്യ കഥാപാത്രമായ സ്വാമിയുടെ അച്ഛന്റെ വേഷം ചെയ്ത പ്രശസ്ത നടൻ ആരാണ്? ഗിരീഷ് കർണാട്. ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വലിയ ഉരസലുകൾ ഇല്ലാതെ തോളോട് തോൾ ചേർന്ന് ജീവിച്ചിരുന്നതാണ് ചരിത്രമെന്നും നിത്യജീവിതത്തിൽ സംഘർഷങ്ങൾക്കു പകരം സഹവർത്തിത്വമാണ് ഇരു സമുദായങ്ങൾക്കുമിടയിൽ നിലവിലുണ്ടായിരുന്നതെന്നും ജാക്കി എസെങ്യാങ് തന്റെ പുസ്തകത്തിൽ പറയുന്നു. ഏതാണ് ഈ പുസ്തകം? അറ്റ് ദ കോൺഫ്ലുവൻസ് ഓഫ് ടു റിവേഴ്സ്. എബ്രഹാം ലിങ്കൺ ഏത് നാടകം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് വെടിയേറ്റത്? ഓർ അമേരിക്കൻ കസിൻസ്. ഹിമാലയം നോവൽ ആരുടെ രചനയാണ്? കോവിലൻ. മലയാളത്തിൽ ഒരു പ്രശസ്ത കവിയുടെ ആദ്യ കവിതാ സമാഹാരത്തിന് വൈലോപ്പിള്ളി എഴുതി കൊടുത്ത ചെറുകുറിപ്പിലെ വരികൾ ഇങ്ങനെയാണ്: ആധുനിക കവിതയുടെ ഊർജ്ജസ്വലതയും തീവ്രതയും ഈ കവിതയിൽ മറ്റെങ്ങും കാണാത്ത നീലജ്വാലയായി കത്തിപ്പടരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചുരുങ്ങിയ കാലത്തിനിടയിൽ മലയാള കവിതയിൽ കാലചൈതന്യത്തിന്റെ സർവദാഹകമായ ഒരു അനുഭൂതിയായി ചമഞ്ഞിരിക്കുന്നു. ആരാണ് കവി? കവിതാ സമാഹാരം ഏതാണ്? കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. കവിതാ സമാഹാരം 18 കവിതകളാണ്. വൈറ്റ് ടൈഗർ എഴുതിയത് ആരാണ്? അരവിന്ദ് അഡിഗ. കർണാടകയിലെ അഗുംബെ, ശൃംഗേരി, തീർത്ഥഹള്ളി, ഹൊറനാട്, സിർസി, സിദ്ധാപൂർ, യെല്ലപ്പൂർ, അങ്കോള, കുംത, ഹൊന്നാവർ, സാഗർ, ഷിമോഗ തുടങ്ങിയ ഗ്രാമങ്ങളിലെ അതിർത്തികളിൽ കാവലാളുകളാണ് ഈ മരപ്പാവകൾ.
ഗ്രാമവാസികളുടെ ദുരിതങ്ങളും പകർച്ചവ്യാധികളും സ്വയം ഏറ്റെടുത്ത് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വാഹനമായിട്ടാണ് ഈ ശില്പങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മാരി ദേവതയും അനുചരനായ മാരൻ എന്ന ദേവനും 4 ചക്രമുള്ള ഒരു ചെറിയ ചാടിലാണ് സഞ്ചരിക്കുന്നത്. വേനൽക്കാലത്തിന്റെ അന്ത്യത്തിൽ മഴ തുടങ്ങുന്നതിന് മുമ്പ് ഈ ശില്പങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ് പൂജ തുടങ്ങുന്നത്. എന്താണ് ഈ മരപ്പാവകൾക്ക് നൽകിയിരിക്കുന്ന പേര്? ഗഡിമാരി ഗോംബെ. ഗഡിമാരി ഗോംബെ. ക്യാൻസർ രോഗത്തിന്റെ ചരിത്രവും അത് മനുഷ്യ ജീവിതങ്ങളിൽ വരുത്തുന്ന ഭയാനകമായ പരിണാമങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്ന ഡോക്ടർ സിദ്ധാർത്ഥ മുഖർജി രചിച്ച പുസ്തകം ഏതാണ്? ദി എംപറർ ഓഫ് ഓൾ മെലഡീസ്. ലോക കലാ സംസ്കാരങ്ങളുടെ ബഹുസ്വര ഇടമായ ബിനാലെ ആരംഭിച്ചത് എവിടെ നിന്നാണ്, എപ്പോൾ? വെനീസിലാണ്, 1895. അടുത്ത ചോദ്യം. 1969 ദാദാസാഹിബ് പുരസ്കാരം വിതരണം തുടങ്ങിയത്. ആദ്യമായിട്ട് ആ പുരസ്കാരം നേടിയത് ആരാണ്? ദേവിക റാണി. ഇന്ദിര പാർത്ഥസാരഥിയുടെ ഒരു പ്രശസ്ത തമിഴ് നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മലയാള സിനിമാ സംവിധായകൻ KS സേതുമാധവൻ മറുപക്കം എന്ന തമിഴ് സിനിമ സംവിധാനം ചെയ്തത്. ഏത് നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നാണ് ചോദ്യം. ഉച്ചവെയിൽ. ബ്രിട്ടനിലെ പ്രശസ്ത പത്രമായ ദി ടൈംസ് ആദ്യം പുറത്തിറക്കിയത് മറ്റൊരു പേരിലാണ്. എന്താണ് ആ പേര്? ഡെയിലി യൂണിവേഴ്സൽ രജിസ്റ്റർ. ബ്രിട്ടനിലെ പ്രശസ്ത പത്രമായ ദി ടൈംസിന്റെ ആദ്യകാല നാമം ഡെയിലി യൂണിവേഴ്സൽ രജിസ്റ്റർ.